അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിനൊരു ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു, പോകാൻ പറ്റുമോ എന്നൊന്നും വിചാരിച്ചില്ല, ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നു. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയ വീഡിയോ കണ്ടാലോ. അപ്പോൾ അതാ നമ്മൾ പോകുന്നത് അന്നമനയുടെ മഹാദേവ ക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ബർത്ത്ഡേ ആയിക്കോട്ടെ, ആനിവേഴ്സറി ആയിക്കോട്ടെ, അങ്ങനെ എന്ത് വിശേഷം ഉണ്ടായാലും നമ്മൾ അന്നമനയുടെയിലുള്ള ഈ അമ്പലത്തിലാണ് പോകാറ്. അവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. പിന്നെ ഏതൊരു അമ്പലത്തിൽ പോയാലും നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും എന്ന് പറയുന്നത് ശരിയാണ്. കാരണം നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി അപ്പോൾ ഒരു ഫ്രഷ്നെസ്സോടുകൂടി പോകുമ്പോൾ നമുക്ക് നല്ല സുഖമായിരിക്കും, തൊഴാനായാലും എന്തിനായാലും. പിന്നെ എന്താ പറയുക, അമ്പലത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒച്ചയും ബഹളമൊന്നും ഉണ്ടാവില്ലല്ലോ. ആ ഒരു സൈലൻസും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ 3 പേരും കൂടിയാണ് പോയത്. അപ്പം നമുക്കൊന്ന് റൗണ്ട് അടിച്ച് തന്നെ അമ്പലത്തിലോട്ട് കയറണമെങ്കിൽ നമ്മൾ ബാക്ക് സൈഡ് വഴിയാണ് പോയത്, ഫ്രണ്ട് സൈഡ് വഴിയല്ല നമ്മൾ പോയത്. അപ്പോൾ നമുക്ക് ഇറങ്ങി തിരിഞ്ഞ് വരാണ്. അപ്പോൾ അതിനിടയിൽ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടുട്ടോ. ആ ഫ്രണ്ടിൽ പോണ 3 പേരിൽ 2 പേര് എൻ്റെ ഫ്രണ്ട്സാണ്. അവർ എൻ്റെ ഒപ്പം പഠിച്ചിരുന്നതാണ്. ഒരാൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളും ഒരാൾ എൻ്റെ കൂടെ പഠിച്ച ആളുമാണ്. ഞാൻ എപ്പോഴും അഭിയേട്ടൻ്റെ കൂടെയാണ് അമ്പലത്തിൽ വരാം. അമ്മയുടെ കൂടെയൊക്കെ വരുന്നത് വളരെ ചുരുക്കമാണ്. അഭിയേട്ടനുള്ളപ്പോൾ ഞാനും അഭിയേട്ടനും കുഞ്ഞാവയാണ് എപ്പോഴും പോവുക. ഞങ്ങളിപ്പോൾ അഭിയേട്ടൻ ഉണ്ടെങ്കിൽ അഭിയേട്ടൻ്റെ കൂടെ തന്നെ ആയിരിക്കും പോവുക. അഭിയേട്ടൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അഭിയേട്ടനില്ലാത്ത ആദ്യത്തെ ആനിവേഴ്സറിയാണ്. അഭിയേട്ടൻ എന്താ പറയുക, അഭിയേട്ടനെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഇനി എന്തായാലും അടുത്ത വർഷം ആനിവേഴ്സറിക്ക് ഞങ്ങൾ ഒരുമിച്ചുണ്ടാവാൻ ഞങ്ങൾ ശ്രമിക്കും. ഇപ്പോൾ അഭിയേട്ടൻ പോയിട്ടല്ലേ ഉള്ളൂ, ലീവൊന്നും എടുത്ത് പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് അഭിയേട്ടന് വരാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അകത്തൊക്കെ തൊഴുത് പുറത്തിറങ്ങിയിട്ടു. അപ്പോൾ പുറത്ത് ഇപ്പോൾ മഴ പെയ്തായിരുന്നു, നിറയെ ചെളിയൊക്കെയാണ്. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ലോങ് വീഡിയോ നല്ല ലെങ്ത്തിൽ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മയാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നെ. പിന്നെ അമ്മയ്ക്ക് അങ്ങനെ വീഡിയോ എടുക്കാനറിയാം, പക്ഷെ എന്നാലും മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു എന്താ പറയുക, എന്തോ ഒരിതാണ്. അപ്പോൾ അത് കാരണം അങ്ങനെ അധികം വീഡിയോസ് ഒന്നും എടുക്കാഞ്ഞത്, അമ്പലത്തിൽ പോയത്. പിന്നെ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ലോങ് വീഡിയോ ചെയ്യാമെന്ന്. നമുക്കിപ്പോൾ വീഡിയോ എടുത്ത് തരാനായിട്ട് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. ഇതിപ്പോൾ അമ്മയെക്കൊണ്ട് പറ്റണ പോലെ എനിക്ക് എടുത്തന്നു. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പിടിച്ചെടുക്കാനും പറ്റില്ല, കുഞ്ഞാവയുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റില്ല. നമ്മളിത് എന്താ പറയുക, യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊക്കെ ഭയങ്കര സിമ്പിളാണ്. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അമ്പലത്തിൽ പോയ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു. ഞങ്ങൾ പ്രസാദമൊക്കെ മേടിച്ചു. പിന്നെ കടയിൽ കയറിട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അമ്പലത്തിലൊക്കെ പോയി വന്നു. എന്താ പറയുക, കുറച്ച് നേരം വന്നിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇനി ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഫുഡും അങ്ങനെ എന്താ പറയുക, വലിയ കുറേ സദ്യ ഒന്നുമില്ല. ജസ്റ്റ് ഒരു സാമ്പാർ, പിന്നെ ഒരു തോരൻ, 2 തോരൻ അങ്ങനെ. അപ്പം എന്താ പറയുക, ഇനി വൈകുന്നേരം കേക്ക് കട്ടിങ് ഉണ്ട്. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, എനിക്ക് വീഡിയോ എടുത്തരാൻ ആരുമില്ല, ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. ഇന്നിപ്പോൾ അമ്മയാണ് വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ എന്താ പറയുക, പറ്റുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ കൂടി ഇതിൽ ആഡ് ചെയ്യാം. അതെ അപ്പോൾ അതാ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ലോങ് വീഡിയോ കുറേ ആയിട്ട് എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഇത് തന്നെ എങ്ങനെയാണ് എടുത്തത്. അപ്പോൾ ഇനി ലോങ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബായ്.